നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും നമ്മെ ഒരേപോലെ സ്നേഹിക്കുന്ന ഒരൊറ്റ വ്യക്തിയേയുള്ളൂ. അതാണ് ദൈവം. ഒരിക്കൽ മരണവും അതിനുശേഷം ദൈവിക ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പരിതാപകരമായ ഈ അവസ്ഥയിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാനായി നമ്മുടെ സൃഷ്ടാവായ ദൈവം തന്നെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചു. ഒരു സാധാരണക്കാരനായി ജനിച്ച യേശു ക്രിസ്തു നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും അനുഭവിച്ചു. അപ്പോൾ തന്നെ തൻ്റെ അമാനുഷികമായ പല പ്രവൃത്തികളിലൂടെ താൻ ദൈവമാണെന്ന് തെളിയിച്ചു. ഒരു പാപവും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ച യേശുക്രിസ്തു ഒടുവിൽ നമ്മളുടെ പാപങ്ങൾക്കുള്ള ദൈവിക ശിക്ഷയ്ക്കായി കുരിശിൽ മരിക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവിടുത്തെ മേൽ ആയി. യേശു നമുക്ക് പകരം മരിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചിരിക്കയാൽ ദൈവം നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെയാണ് യഥാർത്ഥ സ്നേഹം. എന്നാൽ മൂന്നാം നാൾ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ദൈവം നിങ്ങളോട് പ്രദർശിപ്പിച്ച ഈ സ്നേഹത്തെ നിങ്ങൾ സ്വീകരിക്കുമോ? പക്ഷപാതമില്ലാത്ത ദൈവം പാപികളെ സ്നേഹിക്കുമ്പോൾ തന്നെ പാപത്തെ വെറുക്കുന്ന ദൈവമാണ്. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സറ്റവരായി തീർന്നു. എല്ലാ അധർമ്മവും പാപം തന്നെ. രക്ഷിക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ കൈ ചെറുതായിട്ടില്ല. കേൾക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളാണ് ദൈവം കേൾക്കാത്ത വിധം ദൈവത്തിൻ്റെ മുഖം നിങ്ങൾക്ക് മറച്ചു കളഞ്ഞത്. അറിയായ്മയുടെ കാലങ്ങളെ കണക്കിലെടുക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതേ യേശുവിനെ തന്നെ ഒരു ദിവസം ലോകത്തെ നീതിപൂർവം വിധിക്കുന്ന ന്യായാധിപതിയായി ദൈവം നിയമിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ദൈവം താങ്കൾക്ക് സൗജന്യമായി നൽകാൻ ആഗ്രഹിക്കുന്ന പാപക്ഷമയും നിത്യജീവനും സ്വീകരിക്കാനാണ് താങ്കളുടെ തീരുമാനമെങ്കിൽ ഇപ്രകാരം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപങ്ങൾക്കായി അങ്ങ് കുരിശിൽ മരിച്ചതിനായി നന്ദി. അങ്ങയെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. എൻ്റെ സകല പാപങ്ങളും ക്ഷമിച്ച് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കണമേ.